ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പച്ചമുളക് നിറയെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വളപ്രയോഗം ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പച്ചമുളക് നിറയെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ NPK വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ നൈട്രജന് വേണ്ടിയിട്ട് ചാണകപ്പൊടി, പച്ചിലവെള്ളം ഇവയൊക്കെ ചെയ്യാറുണ്ട്. ഫോസ്ഫറസിന് വേണ്ടി എല്ലുപൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ അഭാവത്തിന് വേണ്ടിയിട്ട് കുമ്മായം, ചാരം എന്നിവ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ചെടികൾക്ക് വേണ്ടത് കാൽസ്യമാണ്. കാൽസ്യത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. നമ്മുടെ ചെടികൾ യാതൊരു കീടബാധയും കൂടാതെ നിറയെ പൂക്കുന്നതിനും നിറയെ പച്ചമുളക് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് മഗ്നീഷ്യം ചെടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മഗ്നീഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അടുക്കളയിലേക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് പച്ചമുളക്. നമുക്ക് എല്ലാ ദിവസവും കറികൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. എല്ലാ കറികൾക്കും വേണം പച്ചമുളക്. അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് പച്ചമുളക് മതി നമുക്കൊരു കറി വയ്ക്കാനായിട്ട്. നല്ല എരിവുള്ള മുളകാണിത്. അപ്പോൾ ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചമുളക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വേണ്ടുന്ന വളപ്രയോഗങ്ങളെല്ലാം അതാത് സമയത്ത് ചെയ്തു കൊടുത്താൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് എപ്സം സോൾട്ടാണ്. ഈ എപ്സം സോൾട്ടിൽ ധാരാളമായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ എപ്സം സോൾട്ട് നന്നായിട്ട് കലക്കിയ ശേഷം ആ വെള്ളം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. യാതൊരു കീടബാധയും കൂടാതെ പച്ചമുളക് നന്നായിട്ട് പൂവിടാനും ധാരാളം പച്ചമുളക് ഉണ്ടാകുവാനായിട്ട് ഈ എപ്സം സോൾട്ട് നമ്മളെ സഹായിക്കും. പച്ചമുളകിന് മാത്രമല്ല, നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും ഇത് പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.